ഹായ് ഹലോ ഫ്രണ്ട്സ്, 100 Days 100 ബിസിനസ് ഐഡിയാസ് 22ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരളത്തിലെ കായലുകളിലും കുളങ്ങളിലും തോടുകളിലും ധാരാളമായി കാണുന്ന ആഫ്രിക്കൻ പോള, അതായത് വാട്ടർ ഹൈസ്, ഇന്ന് വലിയൊരു എൻവയോൺമെന്റൽ പ്രോബ്ലം ആണ് അല്ലെ? ശരിയാണ്. വെള്ളത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഈ ചെടി നിങ്ങൾക്ക് വെറും കളയായി തോന്നുന്നുണ്ടോ? എന്നാൽ ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഇതേ പ്രോബ്ലം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ സാധിക്കും. ആദ്യം ഈ ചെടി വെള്ളത്തിൽ നിന്ന് ശേഖരിക്കും. ശേഷം വേരും അധികമുള്ള ഭാഗങ്ങളും നീക്കം ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കും. അതിനുശേഷം ഇത് നന്നായി ഉണക്കുകയാണ് പ്രധാന ഘട്ടം. സൂര്യപ്രകാശത്തിൽ ഉണക്കുകയോ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ഡ്രൈയിങ് സെറ്റപ്പ് ഉപയോഗിക്കുകയോ ചെയ്യാം. ഉണങ്ങിയ ശേഷം ഇതിന്റെ സ്റ്റെം ഉപയോഗിച്ച് വീവിംഗ് മെറ്റീരിയൽ തയ്യാറാക്കാം. ഇതിന്റെ സ്റ്റെമ്മ് മാത്രമല്ല, ഇതിന്റെ വേരും നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. ജൈവവളം ഉണ്ടാക്കാം. വേരും ചെടിയുടെ ബാക്കി ഭാഗങ്ങളും ഉണക്കി സംസ്കരിച്ച് കൃഷിക്ക് ഉപയോഗിക്കുന്ന വളമാക്കാം. ബയോചാർ ഉണ്ടാക്കാം. ചെടി ഉണക്കി പ്രത്യേക രീതിയിൽ കത്തിച്ചു കിട്ടുന്ന കൽക്കരി പോലെയുള്ള സാധനമാണ് ഇത്. മണ്ണിന്റെ ഗുണം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം. ചെടികൾക്കുള്ള മണ്ണ് മെച്ചപ്പെടുത്തുന്ന വസ്തു ഉണ്ടാക്കാം. കുറച്ച് വലിയ രീതിയിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ പോലുള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകാമെന്ന് നോക്കിയാലോ. ബാസ്കറ്റ്സ്, ഹാൻഡ് ബാഗ്സ്, ഷോപ്പിംഗ് ബാഗ്സ്, സ്റ്റോറേജ് ബാസ്കറ്റ്സ്, ലാംപ് ഷെയ്ഡ്സ്, മാച്ച്, ഫർണിച്ചർ, ഹോം ഡെക്കോർ പ്രോഡക്ട്സ് തുടങ്ങിയ നിരവധി പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഇന്ന് പ്ലാസ്റ്റിക്കിന് പകരം എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് അന്വേഷിക്കുന്ന കസ്റ്റമേഴ്സ് കൂടി വരികയാണ്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് ലോക്കൽ മാർക്കറ്റിൽ മാത്രമല്ല, റിസോർട്ട്, ഹോട്ടൽ, ഇന്റീരിയർ ഡിസൈൻസ്, ഗിഫ്റ്റ് ഷോപ്പ്, ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്നിവിടങ്ങളിലും വിൽക്കാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? റോ മെറ്റീരിയൽ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ലഭിക്കും. കാരണം നമ്മുടെ പുഴകളിലും തോടുകളിലും ധാരാളമായിട്ട് ആഫ്രിക്കൻ പോളകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ചെലവ് വരും. അതുകൊണ്ട് ലോക്കൽ അതോറിറ്റീസ്, ലാൻഡ് ഓണേഴ്സ്, ലേക്ക് സൈഡ് കമ്മ്യൂണിറ്റീസ് എന്നിവരുമായി ടൈപ്പ് ഉണ്ടാക്കി റോ മെറ്റീരിയൽ കളക്ഷൻ മോഡൽ ഉണ്ടാക്കാം. ചെറിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ വലിയ ഫാക്ടറി പോലും ആദ്യം ആവശ്യമായി വരികയില്ല. അതാണ് എന്റെ ഹൈലൈറ്റ്. കളക്ഷൻ, ക്ലീനിങ്, ഡ്രൈയിങ്, പ്രോസസിംഗ്, വീവിംഗ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ബ്രാൻഡിംഗ് ആൻഡ് സെയിൽ, ഇതാണ് ഇതിന്റെ പ്രോസസിംഗ്. ഉദാഹരണത്തിന് ഒരു സാധാരണ ബാസ്ക്കറ്റ് കുറഞ്ഞ വിലയിൽ ഉണ്ടാക്കി ഹോൾസെയിലായി സപ്ലൈ ചെയ്യുന്നതിന് പകരം നല്ല ഡിസൈൻ, ഫിനിഷിംഗ്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എന്നിവ കൊടുത്ത് പ്രീമിയം എക്കോ പ്രോഡക്റ്റ് ആയി മാർക്കറ്റ് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് വളരെയധികം ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് റോ മെറ്റീരിയൽ മാത്രം വിൽക്കുന്നതിനേക്കാൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നതിലാണ് കൂടുതൽ വാല്യൂ അഡീഷൻ ഉള്ളത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വാട്ടർ ഹൈസിൻത് വെള്ളത്തിൽ നിന്ന് ശേഖരിച്ച് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പ്രോപ്പർ ക്ലീനിങ്, ഡ്രൈയിങ്, മോയ്സ്ചർ കൺട്രോൾ, സ്റ്റോറേജ് എന്നിവ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഫംഗസ് സ്മെൽ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഇത് വെറും കളയിൽ നിന്ന് പ്രോഡക്റ്റ് എന്ന ബിസിനസ് അല്ല. വേസ്റ്റ് മാനേജ്മെന്റ്, ഹാൻഡിക്രാഫ്റ്റ്, മാനുഫാക്ചറിംഗ് പ്ലസ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ബിസിനസ് ആണ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ബിസിനസ് മോഡലും കൂടിയാണ്. നിങ്ങളുടെ സ്ഥലത്ത് ഈ ചെടി ധാരാളം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് ഒരു പ്രശ്നമായേക്കാം. പക്ഷെ ഒരു ബിസിനസ്സുകാരന് അതേ പ്രശ്നം ഒരു റോ മെറ്റീരിയലാണ്. ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ബിസിനസ് ഐഡിയാസ് വേണമെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ അടുത്ത ബിസിനസ് ഐഡിയയ്ക്കായി ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.